ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൻ്റെ വക്താക്കളെന്നാരോപിച്ച് UDF-നെതിരെ പ്രചാരണം കടുപ്പിക്കുകയാണ് LDF. എന്നാൽ LDF-നെ പിന്തുണ അറിയിച്ച PDP മതനിരപേക്ഷത ഉയർത്തുന്നവരാണെന്നാണ് നേതാക്കളുടെ വാദം. UDF-ഉം ജമാഅത്ത് ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ UDF-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞ ഒരാളാണ് ഞാൻ. നിങ്ങൾ ആരുടെ വോട്ട് സ്വീകരിക്കും, ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല. അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവുമായിട്ടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല. ഇവിടെ വാർത്താ സമ്മേളനങ്ങൾ കവർ ചെയ്ത ഹാഷ്മി താജ് ഇബ്രാഹിമും B. ദിലീപ് കുമാറും നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ആദ്യം ഹാഷ്മിയിലേക്ക്. ഹാഷ്മി, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തുമായിട്ടൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ രണ്ട് പക്ഷവും മതസഹിഷ്ണുത ഉള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ എവിടെയാണ് സമുദായ വിരുദ്ധത നമുക്ക് മനസ്സിലാകുന്നില്ല. പറയൂ. അതൊരു പ്രഹേളികയെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നിൽക്കാറുണ്ട്. ആ ചോദ്യം ഉത്തരവില്ലാതെ അവസാനിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലമാണ് എസ്കേൻ, പല വിഷയങ്ങൾ അങ്ങനെ വരും. നമ്മൾ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി, വർഗീയ ശക്തികളുടെ വോട്ട്, ജമാഅത്ത് വോട്ട്, RSS വോട്ട് എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പിലല്ല എസ്കേൻ. അത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ, പുതുപ്പള്ളി അത്ര കേട്ടോന്ന് അറിയില്ല, തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, പാലക്കാട് ഒക്കെ നമ്മൾ ഇത് വളരെ സജീവമായി ചർച്ചയായി കണ്ടതാണ്. ഇപ്പൊ ഈ നിലമ്പൂരും അതിൽ വലിയ മാറ്റമില്ലാതെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. അത് സ്വാഭാവികമാണ്, അത് ചർച്ചയിലേക്ക് വരിക തന്നെ ചെയ്യും. അത് കൂടുതൽ ചർച്ചയാവുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെയും ഒരു സെറ്റ്, ഒന്നല്ല പല സെറ്റുകൾ നമ്മൾ ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയങ്ങൾ തന്നെ വീണ്ടും നിലമ്പൂരിൽ ചർച്ചയാവുന്നു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം എസ്കേൻ. അതുകൊണ്ട് അതിലൊരു മറുപടി എസ്കേൻ ചോദ്യത്തിന് മറുപടി കൃത്യമായി തേടുക ഏതാണ്ട് അസാധ്യമെന്ന് തന്നെ പറയാം. എസ്കേൻ ഇന്ന് 8ാം നാൾ കേരളം നിലമ്പൂർ പോളിംഗ് ബൂത്തിലാണ്. അങ്ങനെ ഇനി അവശേഷിക്കുന്ന 5-6 ദിവസങ്ങളിൽ എരിപൊരി കൊണ്ട കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ദിവസം എന്നോണം ഓരോ വിഷയങ്ങൾ വീതം വരുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. അത് ആദ്യം PV അൻവറിൽ തുടങ്ങിയതാണ്. പിന്നീട് ക്ഷേമ പെൻഷൻ, പിന്നെ മലപ്പുറത്ത് അധിക്ഷേപിച്ച താരം തുടങ്ങിയ ചർച്ച, അതിനുശേഷം അതിനുശേഷം ഇത്തരത്തിൽ ഒരു പന്നിക്കണിയിൽ വീണ ഒരു പാവം വിദ്യാർത്ഥി മരിച്ചു പോകുന്ന സാഹചര്യം, അതിലെ രാഷ്ട്രീയ തർക്കം, ഏറ്റവും ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ് ഇപ്പോൾ കപ്പൽ കത്തിയതിൽ എന്തുകൊണ്ട് സംസ്ഥാനം കേസെടുക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ വിഷയം എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരുപക്ഷെ 2 മണിക്കൂറുകളിൽ വിഷയം മാറി വരുന്ന അതിന്റെ ഫൈനൽ ലാപ്പാണ്. അപ്പൊ സ്പീഡും അതിന്റെ ആവേശവും ഒക്കെ അങ്ങനെ 10 മടങ്ങ് കൊടുമ്പിരി കൊണ്ട് കയറുകയാണ്. എസ്കേൻ, നമ്മൾ ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന സെഗ്മെന്റിൽ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം രാവിലെ മുതൽ ഇറങ്ങുകയാണ്. നമ്മൾ ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ കണ്ടു. ഇപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ UDF-ന്റെ പ്രചരണ പരിപാടി ഇന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ ഇപ്പൊ വഴിക്കടവ് പഞ്ചായത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഇത് ലീഗിന്റെ ഒരു ശക്തികേന്ദ്രമാണ് വഴിക്കടവ് പഞ്ചായത്ത്. മാത്രമല്ല പന്നിക്കണിയിൽ വിദ്യാർത്ഥി മരിച്ച സംഭവമൊക്കെ ഉണ്ടായ സ്ഥലം കൂടിയാണ്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ സ്ഥലത്തിനുണ്ട്. PMA സ്ഥലമുണ്ട്. VS ജോയി, ടോണി ചമ്മണ്ണി അടക്കം ഈ പറഞ്ഞ കോൺഗ്രസിന്റെയും അടക്കം ഇവിടുത്തെ പ്രധാനപ്പെട്ട UDF നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ് സ്കേൻ. അപ്പോ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ ഓരോ വോട്ടും അതിനിർണായകമാണ്. അത് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഒരു അമാന്തം അചിന്ത്യമാണ്. അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് പരമാവധി ഫുൾ പ്രൂഫായി പ്രചാരണം നടത്തുകയും ഓരോ വോട്ട് പെട്ടിയിലേക്ക് ആക്കുകയും എന്നുള്ളതാണ് 3 മുന്നണികളുടെയും LDF, UDF, NDA മുന്നണികൾ, PV അൻവറിന്റെയും ഒക്കെ ലക്ഷ്യം. അപ്പോ ഇനിയിപ്പോൾ ഇന്ന് 8ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലാണ്. പല വിഷയങ്ങൾ ആവർത്തിക്കും. പക്ഷേ നമ്മൾ നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ആര്യാടൻ ഷൗക്കത്ത് ആവട്ടെ, M. സ്വരാജ് ആവട്ടെ, അല്ലെങ്കിൽ PV അൻവർ ആവട്ടെ, BJPയുടെ മോഹൻ ജോർജ് ആവട്ടെ, ഈ സ്ഥാനാർത്ഥികൾക്ക് ഒരുപക്ഷെ വ്യക്തിപരമായി ഈ വിവാദ വിഷയങ്ങൾ കൂടുതൽ കാണാനോ
അതിലെ ചർച്ചകൾ കാണാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. ഓരോ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിർണായകമാണ്. ഓരോരുത്തരെയും പരമാവധി നേരിൽ കണ്ട് അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുക എന്നതിനപ്പുറം വലിയ രാഷ്ട്രീയ ചർച്ചയൊന്നും എന്തായാലും തൽക്കാലം ഈ സ്ഥാനാർത്ഥികളുടെ മനസ്സിലോ ചിന്തയിലോ ഒന്നുമില്ല. സ്കേൻ നിലമ്പൂർ അതിന്റെ ഫൈനൽ ലാപ്പിൽ കൂടുതൽ മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. മുഖ്യമന്ത്രി എം സ്വരാജിന് 3 ദിവസം ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്താൻ വരുന്നു. സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി, ഇവിടുത്തെ എം പിയുടെ പ്രിയങ്ക ഗാന്ധി 15-ാം തീയതി എത്താൻ പോകുന്നു. അങ്ങനെ ഒരുപക്ഷെ മഹുവ മൊയ്ത്ര വരാൻ പോകുന്നു. ഒരുപക്ഷെ എന്താണ് ഈ പറഞ്ഞ യൂസഫ് പത്താൻ വരുമെന്ന് ഉറപ്പാകുന്നു. അങ്ങനെ ദേശീയ നേതാക്കളൊക്കെ അണിനിരുന്ന MLA എന്താണ് പ്രതീക്ഷ എന്താണ്? അയ്യോ, തീർച്ചയായിട്ടും വിജയം സുരക്ഷിതമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഈ ആര്യാട ഷൗക്കത്ത് ഓരോ സ്വീകരണ പോയിന്റിലും അതുപോലെ തന്നെ ജനങ്ങളെ കാണുമ്പോൾ അവരുടെ ഒരു അപ്രോച്ച് ഉണ്ട്. അത് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹത്തോട് ഇഷ്ടമാണ്, താല്പര്യമാണ്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോ ഈ മണ്ഡലത്തിലെ ചാർജൊക്കെ ഇപ്പൊ പല പ്രദേശങ്ങളിലും പോണ ഒരു രഹസ്യമായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങൾ പറഞ്ഞ ഈ ഗവൺമെന്റിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തം, ആദ്യത്തെ ഉത്തരവാദിത്തം എന്താ? ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതം കൊടുക്കാൻ. അത് അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം എത്രയോ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ പല രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകേടാ. അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം. ഞങ്ങൾ ഈ കുടുംബസമൂഹമായി വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സഹോദരിമാരെ എന്ന് പറയുന്നത് മാവേലി സ്റ്റോറിൽ പോകും, റേഷൻ കടയിൽ പോകും, കൺസ്യൂമർ സ്റ്റോർ, അങ്ങനെയുള്ള സ്റ്റോറുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു റാക്കറ്റ് കാലിയാണ്. എന്താണെന്ന് സബ്സിഡി ഇനങ്ങളുള്ള റാക്കറ്റ് കാലിയാണ്. അതെല്ലാം ചർച്ചയാവോ? പിന്നെ അതെല്ലാം ചർച്ചയാണ്. ഒരു സംശയമില്ല. അപ്പൊ എസ് കെ എൻ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ക്യാമ്പിന്റെയും പ്രതീക്ഷയാണ്. ഇത് UDF ക്യാമ്പ് അവർ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. LDF ക്യാമ്പ് അതിനപ്പുറം ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. PNR പോലും ജയിക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഈ പറഞ്ഞ LDF-നും UDF-നും തികഞ്ഞ വിജയപ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പിൽ പോരാട്ടം ഇഞ്ചോടിഞ്ച് അങ്ങനെ തീപാറുന്ന രീതിയിൽ പ്രചരണം അതിന്റെ പരമാവധിയിലേക്ക് എത്തുകയാണ് നിലമ്പൂരിൽ. എസ് കെ ഹാഷ്മി താജ് ഇബ്രാഹിം നിലമ്പൂരിൽ തുടരുകയാണ്. ഇനി ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, യഥാർത്ഥത്തിൽ ഈ ഒരു വോട്ടിന് പോലും ഏറ്റവും വലിയ വിലയുള്ള സ്ഥലമായി നിലമ്പൂർ മണ്ഡലം മാറുകയാണ്. കാരണം LDF-ഉം UDF-ഉം തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നെങ്കിലും PV അൻവർ ഫാക്ടർ അവിടെ നമുക്കൊരിക്കലും എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥലമല്ല. കാര്യം അൻവറിന് ജനസ്വാധീനം ഉണ്ട് അവിടെ. പറയൂ ദിലീപ് കുമാർ. SKN ഇനി കേവലം 8 ദിവസം മാത്രമാണ് പോളിംഗ് ബൂത്തിലെത്താൻ. നിലമ്പൂർ 8ാം നാൾ നിലമ്പൂർ ജനത വിധി എഴുതും. 6 ദിവസം മാത്രമാണ് പരസ്യപ്രചാരണമുള്ളത്. 7ാം ദിവസം നിശബ്ദ പ്രചരണമായിരിക്കും. ഏതായാലും ഈ 6 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ പ്രചാരണം അതിൻ്റെ ടോപ്പ് ഗിയറിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രിപ്പട തന്നെ നിലമ്പൂരിൽ തമ്പടിച്ചിട്ടുണ്ട്. UDF-ന്റെ പ്രമുഖ നേതാക്കളെല്ലാം നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. NDA സംബന്ധിച്ചാണ് പ്രചരണം ഇപ്പോൾ അല്പം മന്ദഗതിയിൽ എന്ന് പറയാൻ കഴിയുന്നത്. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ട് പ്രചാരണ രംഗത്ത് വരും ദിവസങ്ങളിൽ സജീവമാകുന്നതിനുള്ള ശ്രമത്തിലാണ്. അതേസമയം തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പഞ്ചായത്തുകൾ തോറും പര്യടനം നടത്തുന്നുണ്ട്. അദ്ദേഹം പ്രമുഖരെ മണ്ഡലത്തിലെ പ്രമുഖരെ കാണുന്ന ആ പരിപാടിയും തുടരുന്നുണ്ട്. ഏതായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പോരാട്ടം പൊടിപൂരമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിലമ്പൂരിലെത്തും. അദ്ദേഹം 3 ദിവസം നിലമ്പൂരിലുണ്ടാകും. എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹം പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഞ്ചായത്തുകളിൽ പ്രചാരണ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രചാരണത്തിൻ്റെ പുരോഗതി, തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സാധ്യത തുടങ്ങിയവ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിലയിരുത്തും. UDF-ഉം വളരെ സജീവമാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് എത്തുന്നു 15-ാം തീയതി. 15-ാം തീയതി തന്നെ യൂസഫ് പട്ടാൻ, മുൻ ക്രിക്കറ്റ് താരം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം, തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർലമെന്റ് അംഗം, അദ്ദേഹവും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിക്കൊണ്ട് വല്ലാത്ത ഒരു ജഗപുക, മണ്ഡലം ഇതുവരെ കാണാത്ത വീറും വാശിയുമാണ് ഇപ്പോൾ നിലമ്പൂരിൽ ദൃശ്യമാകുന്നത്. SKN.